ഹലോ, നമസ്കാരം. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ഒരു ഇൻറ്ററാക്റ്റീവ് ലിവിങ് മ്യൂസിയം കാണാൻ വേണ്ടിയാണ് കേട്ടോ. അപ്പോൾ ഭൂട്ടാനീസ് ജനതയുടെ പരമ്പരാഗത രീതിയിലുള്ള അവരുടെ ഒരു ലൈഫ് സ്റ്റൈൽ നേരിട്ട് അനുഭവിച്ചറിയാൻ സഞ്ചാരികൾക്ക് ഒരുക്കിയിരിക്കുന്ന ഒരു ടൂറിസ്റ്റ് സ്പോട്ടാണ് സിംപ്ലി ഭൂട്ടാൻ. അപ്പോൾ അവിടുത്തെ കാഴ്ചകളാണ് ഇന്നത്തെ വീഡിയോയിൽ കേട്ടോ. അപ്പോൾ ഇവിടെ എൻട്രി ഫീസ് ഉണ്ട്, 1000 റുപ്പീസാണ്. അപ്പോൾ നമ്മൾ അവിടുന്ന് നമ്മുടെ ആ ഒരു പ്രവേശന കവാടത്തിലെത്തിയിരിക്കുന്നു. അപ്പോൾ ഇവിടെ ഒരു പാർക്കിംഗ് ഏരിയ ഒക്കെ ഉണ്ട് കേട്ടോ. സിംപ്ലി ഭൂട്ടാൻ എന്ന് പറയുമ്പോൾ ആ പേരിൽ തന്നെയുണ്ട് ആ ഒരു സിംപ്ലിസിറ്റി അല്ലേ. ശരിക്കും ഭൂട്ടാൻ ഭയങ്കര സിമ്പിളാണ് കേട്ടോ. നമുക്ക് വളരെ പീസ്ഫുള്ളായിട്ട് ശരിക്കും എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് ഭൂട്ടാൻ. അപ്പോൾ നമുക്ക് സിംപ്ലി ഭൂട്ടാനിൽ എന്തൊക്കെയാണ് നമ്മളെ കാത്തിരിക്കുന്നത് എന്നാണ് നമുക്ക് ഈ ഒരു വീഡിയോയിൽ കാണാൻ പറ്റുന്നത്. അപ്പോൾ ഞങ്ങൾക്ക് ഇതിനുള്ളിൽ ഒരു ഗൈഡ് ഉണ്ടാവും. ആ ഗൈഡാണിത് കേട്ടോ. അപ്പോൾ ഓരോ ഗ്രൂപ്പിനും ഓരോ ഗൈഡ് കാണും. അപ്പോൾ ഞങ്ങൾ ഉള്ളിലേക്ക് വന്നു. ഇനിയിപ്പം നമ്മളെ വെൽക്കം ചെയ്യുന്നത് ഒരു ഡ്രിങ്ക് തന്നിട്ടാണ് കേട്ടോ. അവിടെ വളരെ പരമ്പരാഗതമായിട്ടുള്ള രീതിയിൽ ഉണ്ടാക്കിയിരിക്കുന്ന ഒരു വൈനാണ്. അതിനെക്കുറിച്ചാണ് ഇനിയിപ്പം നമ്മുടെ ഗൈഡാണ് നമ്മളെല്ലാ കാര്യങ്ങളും അവിടെ ഗൈഡ് ചെയ്യും. So my name is Dawa and I will be your in-house guide. So if you have any doubt regarding the museum, feel free to ask me. So we usually welcome our guests with a home brewed wine called Ara. So this one is a wheat wine. So now I'll serve wheat wine. So I'll serve your wine. So hold the cup with the right hand and please wait for me. So we'll do some offering. ഇതാണ് ഇവരുടെ ഈ ഒരു രീതിയിലാണ് കേട്ടോ ഇവിടെ ഗസ്റ്റിനെയൊക്കെ വെൽക്കം ചെയ്യുന്നത്. ഇതൊരു വൈനാണ്, പ്രത്യേകിച്ച് വലിയൊരു ടേസ്റ്റ് ഒന്നുമില്ല. അപ്പോൾ അവരെനിക്ക് കാണിച്ചു തരുവാണ് നിങ്ങൾക്ക് ഇതെങ്ങനെയാണ് കഴിക്കേണ്ടതെന്ന്. അപ്പോൾ ഇങ്ങനെ ഒരു ഫിംഗർ, ഈ ഒരു ഫിംഗർ ഇങ്ങനെ ഇതിൽ ഡിപ്പ് ചെയ്തിട്ട് ഇതുപോലെ ചെയ്യണം കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ ഞങ്ങൾ അടുത്ത സ്പോട്ടിലേക്ക് വരുവാണ്. അപ്പോൾ ഇവിടുത്തെ ഓരോ കാര്യങ്ങളും നമ്മളെ ഗൈഡ് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്നുണ്ട്. അപ്പോൾ ഇവിടുത്തെ ഒരു അടുപ്പ് പോലുള്ളൊരു സംഭവം കണ്ടോ. Temporary frame like this in the shape of wall. So inside this temporary frame they'll put a red mud, then sprinkle some water and then they start ramming until it become concrete. So while constructing a house they sing a song, Om Sangla Mani. The first line is a prayer, so which means they're asking for forgiveness. So while ramming the mud they might have killed a lot of unseen insect. So that's why they're asking for forgiveness and also for the well-being of the people who is going to stay in that particular house. So one thing is for entertainment. So now my colleagues will demonstrate you. ശരിക്കും ആ സോങ് കേൾക്കുമ്പോഴുണ്ടല്ലോ നമുക്ക് കൂടെ നിന്ന് ഡാൻസ് ചെയ്യാൻ തോന്നും. Those are the traditional musical instruments. So in order to preserve our culture, we still perform a folk dance. So that time they will use those instruments. So this one is hammer dulcimer. So we call it yangchit. So we can play this beautifully with the help of this bamboo by tapping the string. So if you do it with the hands, so it may cut your hand. It's very sharp. We have to tap it with the string. So you can tap like this. Okay. First I will demonstrate it. Do, re, mi, fa. Like that. 1 minute. Now you can try. All of you can take turn and try it. അങ്ങനെ നമ്മൾ ഓരോരുത്തരായി ആ ഒരു മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻ്റ് ഒക്കെ ഒന്ന് ട്രൈ ചെയ്തു. പിന്നെ ഇതിൻ്റെ ഭാഗത്ത് ഇതിൻ്റെ ഒരു സിഗ്നിഫിക്കൻസ് ഞാൻ ഫെർട്ടിലിറ്റി ടെമ്പിൾ വിസിറ്റ് ചെയ്ത ആ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. കണ്ടിട്ടില്ലെങ്കിൽ ഒന്ന് കണ്ടു നോക്കണം കേട്ടോ. So in India they used to do like this. Not here, we used to turn up and down. Yes. Okay. And then they will take out the butter and store in this bamboo container. So bamboo will help to maintain the shape of butter. Butter inside won't go melt. So during olden days they don't have refrigerator. So that time they used those containers. So what milk are you talking about? Yak or the cow's milk? In the highland, the northern part, the nomad people, they use a yak milk. Here they use a cow milk. Oh. And this one is for churning butter tea.
So we call it suja in our language, so makhan ka chai. So in order to make a buttery tea, we need 4 ingredients like hot water, tea leaf, butter and salt. First they will boil those 4 ingredients. So after that they will pour inside this churner. Then we close and we have to churn it for a few minutes up and down. Churn up and down like this a few minutes. After done with the churning, again we take out in the pot, heat up for a few minutes. Then the buttery tea will be ready. So I will let you taste later on in the restaurant. Okay. Yeah, small hole there. So first they make a dough, then then they put a dough and we have to press it down. So like this. The noodle will come from the down. So it's a wooden plate, we call it dakpa. So we call it couple plate also. The plain one and the round pattern one. Plain one, the round pattern one signifies the men and the plain one signifies the women. They used to serve this round pattern for father and the plain one for mother. So after done with their meal, they just wipe with a piece of cloth because they believe that if they wash this couple plate, their couple bone and love will be washed out by the water. So that's why they just wipe with a piece of cloth and again they will keep close together like this so that the couple bone will be strong and everlasting. Oh, good. They believe like this. So we call it couple. ഇവിടുത്തെ കിച്ചണിലുള്ള കാര്യങ്ങളാണ് ഇത്രയും നേരം നമ്മൾ കണ്ടത്. എന്തൊക്കെ ആ ഒരു പഴയ സ്റ്റൈലിലുള്ള എല്ലാ കാര്യങ്ങളുണ്ട്. അതുപോലെ തന്നെ ഗ്രെയിൻസൊക്കെ സൂക്ഷിച്ചിരിക്കുന്നത് കണ്ടില്ലേ, ഇതുപോലെയാണ് അവർ സൂക്ഷിക്കുന്നത്. അതുപോലെ തന്നെ ഫ്രൂട്ട്സും വെജിറ്റബിൾസൊക്കെ ആപ്പിൾ അതൊക്കെ ഉണ്ട് കേട്ടോ. ഇതൊക്കെ ആപ്പിളാണ്. അപ്പോൾ അങ്ങനെ പല ഫ്രൂട്ട്സും ഇതുപോലെ ഇങ്ങനെ ഇവർ ഡ്രൈ ആക്കിയിട്ട് സൂക്ഷിച്ച് വെക്കും. ഞങ്ങളുടെ നാട്ടിലുമൊക്കെ ഇങ്ങനെ പലതും മുളകാണെങ്കിലും അങ്ങനെ പലതും സൂക്ഷിക്കാറില്ല. ഇതിപ്പോൾ എല്ലാ ബീൻസും കാര്യങ്ങളും എല്ലാം തന്നെ ഇതുപോലെ ഡ്രൈ ആയിട്ട് സൂക്ഷിച്ച് വെച്ചിരിക്കുകയാണ് അവർ. വർഷങ്ങളോളം ഇത് ഇങ്ങനെ സൂക്ഷിച്ച് വെക്കും. ഇത് കണ്ടോ ഏണി, നമ്മൾ ഒരു പഴയ സ്റ്റൈലിൽ ഇതൊരു സൈഡിലൂടെ കയറി പോകണം കേട്ടോ. അങ്ങനെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു സ്ഥലത്തേക്കാണ് കേട്ടോ പോകുന്നത്. അവിടെ ബട്ടർ ടീ ഒക്കെ ടേസ്റ്റ് ചെയ്തു, ഡാൻസൊക്കെ കളിച്ചൊരു സ്ഥലമാണിത്. ഇവരുടെ ഒരു പരമ്പരാഗത സ്റ്റൈലിലുള്ളൊരു ഡാൻസാണ് കേട്ടോ. നല്ല സോങ്ങാണ്. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടിരുന്നു അവരുടെ ആ ഒരു വേ ഓഫ് ഡാൻസിങ് ഒക്കെ. അതുമാത്രമല്ല ഇവർ കണ്ടില്ലേ, ഇതെന്താണെന്നറിയോ, ഒരു ടീ, ബട്ടർ ടീയും അതിൻ്റെ കൂടെ ഒരു സ്വീറ്റ് റൈസാണ് കേട്ടോ. പിന്നെ ഇതാണ് നമ്മുടെ അരിയൊക്കെ ഇങ്ങനെ വറുത്തിട്ടുണ്ടാവില്ലേ, അതൊക്കെയാണ്. അപ്പോൾ നല്ല ടേസ്റ്റായിരുന്നു. ബട്ടർ ടീ ടേസ്റ്റ് ചെയ്ത് അതിലിട്ടിട്ടൊക്കെയാണ് കഴിക്കേണ്ടത് കേട്ടോ. ഇങ്ങനെ ഗംഭീരമായിട്ടുള്ളൊരു ഡാൻസ് സെഷനൊക്കെ കഴിഞ്ഞു. നല്ല രസമായിരുന്നു കേട്ടോ അവരുടെ മ്യൂസിക്കിനൊത്ത് ഇങ്ങനെ ഡാൻസ് ചെയ്യാൻ. So that's why his hands were paralyzed. So all the work were done using his feet. So usually he paints and crafts this for him and his friend and the 8 auspicious sign. Yeah. And those are his appreciations. Yeah. ഇത് കണ്ടില്ലേ, കാല് വെച്ചിട്ടാണ് ഇതൊക്കെ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് അവരെ സപ്പോർട്ട് ചെയ്യാം. അവിടുന്ന് അവർ ഉണ്ടാക്കിയ കാര്യങ്ങളൊക്കെ വാങ്ങിച്ച് അങ്ങനെ ഒരുപാട് ഷോപ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് വാങ്ങിക്കാൻ പറ്റിയത്. ഇത് നല്ല രസമുള്ളൊരു സ്ഥലമായിരുന്നു കേട്ടോ, വിഷിംഗ് പോണ്ട്. അപ്പോൾ അവർ നമുക്ക് 5 കോയിൻസ് തരും. അപ്പോൾ ഇതിനകത്തൊരു ചെറിയൊരു ഇത് കണ്ടില്ലേ, ഒരു കുടം പോലത്തത്. അപ്പോൾ ഇങ്ങനെ വാട്ടറിൽ ഇങ്ങനെ മൂവ് ചെയ്തുകൊണ്ടേയിരിക്കും. അപ്പോൾ നമുക്ക് തരുന്ന ആ ഒരു കോയിൻസ് അതിനകത്തേക്ക് പോയി വീഴണം. അപ്പോൾ അതാണ് ഗെയിം കേട്ടോ. അപ്പോൾ അങ്ങനെ നമുക്ക് ഇഷ്ടമുള്ളതുപോലെ കളക്ട് ചെയ്യാം. 5 എണ്ണം തരും അവർ കേട്ടോ. അപ്പോൾ 5ഉം അതിൽ വീഴണം എന്നാണ്. എല്ലാ വിഷുവും നടന്ന് temple. So this mainly highlights our the fertility temple. The temple is in Punakha. Who's taking one picture here? ആർച്ചറിയാണ് കേട്ടോ. ഇതെനിക്കൊന്ന് 2ഓ 3ഓ അറ്റംപ്റ്റ് ആണെന്ന് തോന്നുന്നു നമുക്ക് തരുന്നത്. അത് കഴിഞ്ഞാൽ അവർ വന്ന് അവിടെ നിന്നൊരു ഡാൻസൊക്കെ ഉണ്ട് കേട്ടോ. അതിൻ്റെ വീഡിയോ ഒന്നും എനിക്ക് കിട്ടിയില്ല.
അങ്ങനെ അവിടുത്തെ കുറേ കാര്യങ്ങളും പിന്നെ അരി ഇടിക്കുന്നതും അങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അവരൊരു പരമ്പരാഗത സ്റ്റൈലിൽ നമ്മുടെയൊക്കെ നാട്ടിലെങ്ങനെയാണ് ആ ഒരു സ്റ്റൈലിൽ തന്നെ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. പിന്നെ സിംപ്ലി ഭൂട്ടാനിലെ കാഴ്ചകൾക്ക് ശേഷം നമ്മൾ പോകുന്നത് തിംഫു ടൗണിലേക്കാണ്. അപ്പോൾ ഓൺ ദ വേ ഇവിടെ നാഷണൽ ആനിമലിനെ കാണാനുള്ള ഒരു അവസരമുണ്ട്. നമ്മളതിന് വെയിറ്റ് ചെയ്തില്ല. നമ്മളിപ്പോൾ എത്തിയിരിക്കുന്നത് തിംഫു ടൗണിലാണ്. അപ്പോൾ അവിടുന്ന് കാണുന്ന ഒരു കാഴ്ചയാണിത് കേട്ടോ. ഇതാണ് തിംഫു സോങ്. നമ്മുടെ ഭൂട്ടാനിൽ പോയാൽ ഓരോ ഡിസ്ട്രിക്റ്റിലും ഓരോ ഫോർട്ടസ് കാണും. അപ്പോൾ ഇവിടെയുള്ളത് നമ്മൾ ഫുനാക്ക അവിടെ വെച്ചൊരു സോങ്ങിൽ പോയില്ലേ, അപ്പോൾ അതുപോലെ തിംഫു സോങ്. ഇതാണ് മെയിനായിട്ടുള്ള ഭരണസിര കേന്ദ്രം എന്ന് പറയുന്നത്. രാജാവിൻ്റെ ഓഫീസാണെങ്കിലും അതുപോലെ സിംഹാസനമുറി, സെക്രട്ടേറിയറ്റ്, അതൊക്കെ സ്ഥിതി ചെയ്യുന്നത് ഈ ഒരു ഭാഗത്താണ്. പിന്നെ സുപ്രീം കോർട്ട്, പിന്നെ ഒത്തിരി ഓഫീസസ് ഇവിടെ ഉണ്ട്. അതുപോലെ അവർക്ക് താമസിക്കാനുള്ള ക്വാർട്ടേഴ്സ്, അതുപോലെ തന്നെ രാജാവിൻ്റെ സ്വകാര്യ വസതി ഒക്കെ സ്ഥിതി ചെയ്യുന്നത് ഈ ഒരു ഭാഗത്തായിട്ടാണ് കേട്ടോ. വളരെ ഭംഗിയായിട്ട് വളരെ മനോഹരമായിട്ടാണ് ഓരോ ബിൽഡിങ്ങും അവിടെ കൺസ്ട്രക്ട് ചെയ്തിരിക്കുന്നത്. എല്ലാത്തിനും ചെറിയ ഒരു പെയിൻറ്റിങ്ങിലും മറ്റും വ്യത്യാസം മാത്രമേ ഉള്ളൂ കേട്ടോ. എന്തായാലും തിംഫു സോങ്ങിലേക്ക് നമുക്ക് ഇപ്പോൾ പോകാൻ പറ്റില്ല. അവിടെ ആഫ്റ്റർ വർക്കിംഗ് അവേഴ്സ് മാത്രമേ പ്രവേശനമുള്ളൂ. അതായത് ഭൂട്ടാൻ്റെ ഫ്ലാഗ് ലോവറിങ് സെറിമണി ഉണ്ട്. അത് ഏകദേശം സൂര്യാസ്തമയത്തോടു കൂടിയാണ്, സൺസെറ്റോടു കൂടിയാണ് ഉണ്ടാവുന്നത്. അപ്പോൾ അത് കഴിഞ്ഞാലാണ് സന്ദർശകർക്ക് അവിടെ പ്രവേശനം.